വെറുതെ എന്റെ സ്വഭാവം മാറ്റരുത്. സ്നേഹത്തോടെ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഈ സാംകുട്ടിക്ക് ദേഷ്യം വരുവേ. പിന്നെ അവനൊരു സീനാവും. പിന്നെ സാംകുട്ടിയെ സാക്ഷാൽ എനിക്ക് പോലും പിടിച്ചാൽ കിട്ടില്ല. കംപ്ലീറ്റ് സീനാവും. അതുകൊണ്ട് പൊന്നുമോള് തർക്കത്തിനും ബഹളത്തിനൊന്നും നിൽക്കാതെ ദേ ഒറ്റ വലിക്കങ്ങ് ഫിനിഷ് ചെയ്തേ. അപ്പൊ നമുക്ക് ഈ മൂടൊക്കെ ഒന്ന് മാറി നല്ല ജോളിയായിട്ട് തമാശയൊക്കെ പറഞ്ഞ് കാര്യങ്ങളിലേക്ക് കടക്കാം. ആരളിയ, നമ്മുടെ കമ്പനിക്കാരോട് ആരോടെങ്കിലും നീ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ലടാ, ഞാനാരും അറിയിച്ചിട്ടില്ല. ഇനി അലക്സോ മറ്റോ സ്റ്റഫായിട്ട് വന്നായിരിക്കോ? ഏതായാലും നീ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കരുത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. മാളവിയുടെ അച്ഛൻ. അയാളെങ്ങനെ ഇവിടെ എത്തി? ചിലപ്പോ എന്റെ കാര്യം അറിഞ്ഞു വന്നായിരിക്കും. അളിയ, നീ ഇവളെയും കൊണ്ട് ഈ മുറിയിൽ തന്നെ ഇരുന്നോ. ഒരു കാരണവശാലും പുറത്തേക്ക് വരരുത്. ചിലപ്പോ സീനാവാൻ സാധ്യതയുണ്ട്. എടാ, കുഴപ്പമില്ല, അത് ഞാൻ മാനേജ് ചെയ്തോളാം. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇവളെയും കൊണ്ട് ഈ മുറിക്കകത്ത് തന്നെ ഇരുന്നോളാം. ഓക്കെ? അങ്കിളെന്താ ഇവിടെ? തന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അല്ല, ഞാനിവിടെ ഉണ്ടെന്ന് അങ്കിളിന് എങ്ങനെ മനസ്സിലായി? വന്നു കാണേണ്ട ആവശ്യം എന്റേതാണല്ലോ. അപ്പോൾ തേടി പിടിക്കേണ്ട ജോലി എന്റേതാണ്. അല്ല, താനെന്താ വീട്ടിൽ നിന്ന് ആദ്യം ലോഡ്ജിലേക്കും അവിടുന്ന് പിന്നെ ഇവിടേക്കും മാറിയത്? ചേച്ചി ഒളിനും ഷാർജയിലേക്ക് പോയതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ തനിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് റൂമിലേക്ക് മാറിയത്. അവിടെ വേണ്ടത്ര സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനൊരു വീടങ്ങ് എടുത്തു. ആ, ഇങ്ങനൊരു വീടാവുമ്പോൾ എല്ലാ കാര്യത്തിനും സൗകര്യമാണല്ലോ അല്ലേ? അല്ല, ഇവിടെ ആരും തനിച്ചാണോ താമസം? അതെ, ഞാൻ തനിച്ച. പക്ഷെ ഞാൻ അറിഞ്ഞത് അങ്ങനെ അല്ലല്ലോ. ഇടയ്ക്ക് ഫ്രണ്ട്സ് വരാറുണ്ട്. കൂട്ടുകാർ വല്ലപ്പോഴേ വരാറുള്ളൂ. അല്ല, അങ്കിൾ എന്തിനാ വന്നത്? തൻ്റെ വായിന്ന് ആ ചോദ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ. അരുൺ, എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നറിയിച്ച് ആദ്യം എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നത് താനും തൻ്റെ സഹോദരിയും ഭർത്താവും കൂടിയാ. കാഴ്ചയിലും പെരുമാറ്റത്തിലുമൊക്കെ നിങ്ങൾ മൂവരും പുലർത്തിയ ഒരു മാന്യതയുണ്ട്. സത്യത്തിൽ അങ്ങനൊരു ബന്ധത്തെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ എന്നെ പ്രേരിപ്പിച്ചത് നിങ്ങളിൽ അന്ന് കണ്ട ആ മാന്യതയും സത്യസന്ധതയും തന്നെയായിരുന്നു. എന്നിട്ടും ആ ബന്ധം നടന്നില്ലല്ലോ. അതിന് കാരണം എന്തായിരുന്നു? കാരണം എന്തായാലും അന്നത് നടക്കാഞ്ഞത് നന്നായെന്നാ എനിക്കിപ്പോൾ തോന്നുന്നത്. ആ, അങ്കിളിന് അങ്ങനെ തോന്നും. കാരണം മോളെ ചുളുവിനൊരു ഡോക്ടറുടെ തലയിൽ കെട്ടിവെക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ടുണ്ടായ നാണക്കേടും മാനഹാനിയും ഒക്കെ എനിക്കാണല്ലോ. പിന്നൊരു കാര്യം, പെണ്ണാണെങ്കിലും ആണൊരുത്തന്റെ മനസ്സുമായി ഇഴുകിച്ചേർന്ന് നടന്ന ഒരുത്തിക്ക് കൈ കൊടുക്കേണ്ടി വന്നില്ലല്ലോ എന്നൊരു സമാധാനം എനിക്കിപ്പോ ഉണ്ട്. അരുൺ, താനൊരു പക്കാ ഫ്രോഡും ക്രിമിനലുമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ വന്നത്. അന്നൊരിക്കൽ തന്നെ എൻ്റെ വീട്ടുവളപ്പിൽ അസമയത്ത് കണ്ടപ്പോൾ അന്ന് നീ എൻ്റെ മോളുടെ പേര് പറഞ്ഞ രക്ഷപ്പെട്ടത്. അന്നേ നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കണ്ടായിരുന്നു. എൻ്റെ മോളുടെ ലൈഫിൽ തൊട്ട് കളിച്ചിട്ടും നിന്നെ ഞാൻ വെറുതെ വിട്ടത് നിന്റെ വീട്ടുകാരെ ഓർത്തിട്ടാ. നിന്റെ ഈ വഴിവിട്ട പോക്ക് കാരണം അവരും നിന്നെ കൈയൊഴിഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലായി. ഒരിക്കലൊരു അവസരം തന്നു എന്ന് കരുതി
ആ ഔദാര്യം എന്റെ കഴിവുകേടായിട്ട് നീ കാണരുത്. നീ ഇതുവരെ ചെയ്ത തോന്നിവാസങ്ങൾ, അത് ജോബിനെ ബൈക്കിടിച്ച് അപകടപ്പെടുത്തിയത് ഉൾപ്പെടെ, മകന്റെ പ്രായമുള്ള ഒരുത്തന്റെ വികൃതിയും വിവരമില്ലായ്മയായി കരുതി ഞാൻ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയാണ്. ഇനി എന്റെ മോളുടെയോ അവളുടെ ഭർത്താവിന്റെയോ ലൈഫിൽ കയറി ചൊറിയാൻ നിന്നാ നീ ശരിക്കും വിവരം അറിയും. പറഞ്ഞില്ല എന്ന് വേണ്ട. നിങ്ങൾ എന്തോ തെറ്റിദ്ധാരണ വെച്ച് സംസാരിക്കുക. ഞാൻ നിങ്ങളുടെ മരുമകനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? പറഞ്ഞതാരെങ്കിലും ആവട്ടെ, അതിൽ വാസ്തവമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അങ്ങനെ മോള് പറയുന്നത് മാത്രമേ തന്ത വിശ്വസിക്കൂ എന്നുണ്ടെങ്കിൽ ആരും മര്യാദയ്ക്ക് സംസാരിക്കണം. എന്റെ മോള് പറയുന്നതല്ലാതെ പിന്നെ ഞാൻ തന്നെയാണോ വിശ്വസിക്കണ്ടേ? ജോബിന് ഇനിയും സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് കൊടുക്കാൻ താൻ ആരാ? എന്റെ മോളുടെ സേഫ്റ്റി സെക്യൂരിറ്റി ഒന്നും താൻ ഏറ്റെടുക്കണ്ട. ദേ, എല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചേക്കണം. ഇനി മാളുവിന്റെ കാര്യത്തിൽ തന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായാൽ നമ്മൾ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും ഇത്ര നല്ല രീതിയിലായിരിക്കില്ല. ഓർത്തോ? നിങ്ങളിങ്ങനെ ഭീഷണിപ്പെടുത്തുമൊന്നും വേണ്ട. നിങ്ങളുടെ മോളുടെയും അവളുടെ ഭർത്താവിന്റെയും കാര്യത്തില് ഞാൻ ഇടപെടാൻ വരുന്നില്ല. പിന്നെ മോൾ എവിടെയെങ്കിലും പോയി വല്ല കുഴപ്പവും കാണിച്ചോണ്ട് വന്ന അതിനി എല്ലാം കൂടി എന്റെ തലയിൽ കെട്ടിവെക്കാൻ വന്നേക്കരുത്. പിന്നെ അവളുടെ ഭർത്താവിന്റെ സെക്യൂരിറ്റിയുടെ കാര്യം, പബ്ലിക് റോഡിലൂടെ പോകുമ്പോ ചിലപ്പോ തട്ടിയെന്ന് വീണെന്നൊക്കെ വരും. അതിന് ഞാൻ തന്നെ സമാധാനം ബോധിപ്പിക്കണമെന്ന് പറഞ്ഞ ഇത്തിരി കഷ്ടമല്ല എഞ്ചിനീയർ. അയാളോട് സൂക്ഷിക്കാൻ പറയേണ്ടതിന് പകരം എന്നെ ഉപദേശിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, നിന്നെ പോലുള്ളവനൊന്നും ഉപദേശിച്ചിട്ട് വലിയ കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും നേരിട്ട് വന്ന് ഇതുപോലൊന്ന് താക്കീത് ചെയ്യേണ്ടത് എന്റെ കടമയാണെന്ന് തോന്നി. ഇതുകൊണ്ട് ഒതുങ്ങാൻ നിനക്ക് ഭാവമില്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഇനി ഈ കാര്യം പറഞ്ഞ് ഞാൻ നിന്റെ മുന്നിൽ വരില്ല. നീ എങ്ങനെ വേണം ജീവിച്ചു. പക്ഷേ എന്റെ മോളുടെ ജീവിതത്തിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരരുത്. വന്നാൽ ഇതുവരെ നീ ചെയ്തതിന്റെ പലിശയടക്കം നിനക്ക് പിഴയടക്കേണ്ടി വരും. മൈൻഡ് ഇറ്റ്. നിങ്ങളുടെ ഈ വിരട്ടൊക്കെ അങ്ങ് പണിക്കാരോട് മതി കേട്ടോ, ഇങ്ങോട്ടെടുക്കണ്ട. എന്നെ ശരിക്കും അറിയില്ല തനിക്ക്. എന്നെ അഴിച്ചുവിട്, എനിക്ക് പോണം. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി ഈ കാര്യം പറഞ്ഞ് മേലെ ഇവിടേക്ക് വന്നേക്കരുത്. പോടെ. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. എന്താ അകത്താരെ ബഹളം വെക്കുന്നേ? അത് എന്റെ ഒരു ഫ്രണ്ട് സിസ്റ്റർ വന്നിട്ടുണ്ട്. സിസ്റ്റർ അല്പം മെന്റലാ. ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്ന. ഡോക്ടറെ കാണിക്കാൻ വന്നാ ഡോക്ടറെ അല്ലേ കാണിക്കേണ്ടത്, അല്ല തന്നെയല്ലല്ലോ. അവരെന്താ ഇവിടെ? അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നത്? ഡോക്ടറെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് വൈകുന്നേരം. അപ്പൊ പോയി കണ്ടോളൂ. എനിക്ക് ആ പെൺകുട്ടി ഒന്ന് കാണണമല്ലോ. അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ പോന്നോക്ക്. പോകണോ വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നെ വഴിന്ന് ബലമായിട്ട് പിടിച്ചോണ്ട് വന്നതാ. ഞാൻ അപ്പനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയതാ. മോളെ, ഇത് നീയായിരുന്നോ? കാറ് പുറത്തെടുക്കോട്ടു. പൊക്കോ. എന്താ സാർ, എന്താ പ്രശ്നം? നിങ്ങളാരാ?
ഞാനിവിടുത്തെ മാനേജറാണ് സർ. ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഇൻമേറ്റിനെ കുറിച്ച് അറിയാനുണ്ട്. അരുൺ ഭാസ്കർ എന്നൊരാൾ ഇവിടെയാണോ താമസം? അതെ സാർ, അയാൾ ഇവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അയാൾ ഇപ്പോൾ ഇവിടെയല്ല. വെക്കേറ്റ് ചെയ്ത് പോയിട്ട് 8-9 ദിവസമായി. അയാൾ എത്ര നാൾ ഇവിടെ താമസിച്ചിരുന്നു? ഒരു 3-4 മാസം ഇവിടെയാണ് താമസിച്ചിരുന്നത്. മന്ത്ലി റെന്റിനാണ് സാർ താമസിച്ചിരുന്നത്. എന്താണ് അയാൾ ഇവിടെ നിന്ന് പോകാനുണ്ടായ കാരണം? അത് പിന്നെ പറയടോ. അയാൾ ആളത്ര ശരിയല്ലായിരുന്നു സാർ. കൂട്ടുകാരെയും കൂട്ടി കള്ളുകൂടിയും ബഹളമായിരുന്നു സാർ ഇവിടെ എപ്പോഴും. പിന്നെ ഗസ്റ്റുകൾക്കൊക്കെ ഡിസ്റ്റർബ് ആയപ്പോൾ അയാൾ ഇവിടുന്ന് പറഞ്ഞുവിടുമായിരുന്നു സാർ. അയാൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു വല്ലതും അറിയോ? അറിയാം സാർ, ഇവിടെ അടുത്തൊരു വാടക വീട്ടിലാണ് സാർ, സെന്റ് തോമസ് ചർച്ചിന്റെ അടുത്ത്. സെന്റ് തോമസ് ചർച്ച് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഈ റോഡ് സ്ട്രൈറ്റ് 1.5 കിലോമീറ്റർ പോയാൽ മതി സാർ. അയാളോടൊപ്പം വേറെ ആരെങ്കിലും സ്ഥിരമായിട്ട് താമസിക്കാനുണ്ടായിരുന്നു? 1-2 പേര് എപ്പോഴും കൂടെ ഉണ്ടാവും സാർ. കൂട്ടുകാരാണെന്നാണ് പറയുന്നത്. എല്ലാം നല്ല ക്യാഷ് ടീമാ സാർ. പക്ഷെ അതുപോലെ തല്ലിപ്പെടുത്തരങ്ങളും കയ്യിലുണ്ട്. ഇവിടെ എങ്ങനെ പെൺകുട്ടികളെയും കൂട്ടി അയാൾ വരാറുണ്ടായിരുന്നോ? പറയടോ, ചോദിച്ചത് കേട്ടില്ലേ? 1-2 പ്രാവശ്യം അങ്ങനെ ഉണ്ടായി സാർ. അതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാ സാർ ഞങ്ങളുമായുള്ള പ്രശ്നത്തിൽ തുടക്കം. പിന്നെ ഞാൻ അറിയാതെ കൊണ്ടുവരാനുള്ള ശ്രമമായി. അത് പറ്റില്ലെന്ന് തീർത്ത് പറഞ്ഞ് അയാൾ ഇവിടുന്ന് മാറ്റുമായിരുന്നു. ശരി, ഞങ്ങളത് അന്വേഷിക്കട്ടെ. നന്ദൻ വരൂ. സാർ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ? കുറച്ചു മുമ്പ് ഈ അരുൺ ഭാസ്കറിനെ അന്വേഷിച്ച് വേറൊരാൾ ഇവിടെ വന്നിരുന്നു സാർ. ആരാ അയാള്? അയാൾ ആരാണെന്ന് അറിയില്ല സാർ. സംസാരത്തിനിടയിൽ പേര് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. അല്പം വെളുത്ത് നല്ല ഹൈറ്റൊക്കെ ഉള്ള താടി വെച്ചൊരാള്. ഇയാളാണോ? അല്ല സാർ, ഇയാളല്ല. കുറച്ചുകൂടി ചെറുപ്പമായിട്ടൊരാളാ. ഏതായാലും നന്ദൻ വാ, നമുക്ക് സമയം കളയാതെ ഇപ്പൊ പറഞ്ഞ സ്പോട്ടിൽ നിന്ന് പോയിട്ട് വരാം. നേരത്തെ വന്നയാൾ ഇനി വന്നാൽ അയാളുടെ ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്ത് വെക്കണം. ഓക്കെ? ശരി സാർ. കമോൺ നന്ദൻ. എന്തായി നന്ദേട്ടാ, അയാളെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? അയാൾ ഇവിടെ ഇല്ല. പക്ഷേ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം അറിയാൻ കഴിഞ്ഞു. നമുക്ക് ഉടനെ അവിടേക്ക് പോകണം. നിങ്ങൾ കയറ്. ഈശ്വര, ആതിര എവിടെ ഉണ്ടാവോ നന്ദേട്ടാ? നമ്മളെ കൂടാതെ വേറെ ആരോ ഒരാൾ കൂടി അയാളെ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു മാനേജർ പറഞ്ഞു. അതാരാവും? ഇനി അപ്പുന്റെ അച്ഛനെങ്ങാനും ആണോ? പണിക്കർ സാറല്ല, ഞാനത് കൺഫേം ചെയ്തു. താൻ കയറ്. ദേ നോക്ക്, നീ ഒറ്റ ഒരുത്തി കാരണോ ഈ കുഴപ്പമെല്ലാം ഉണ്ടായത്. ഇനി ഇവിടെ കിടന്ന് ഷോ കാണിക്കാനാണെങ്കിൽ ഒറ്റയ്ക്ക് കൊളുത്തിക്കളായി ഞങ്ങള് പറഞ്ഞേക്കാം. ഇയാളുടെ കാര്യം എന്ത് ചെയ്യോടാ? ആള് തട്ടിപ്പോയിട്ടൊന്നുമില്ല. പക്ഷേ ഇയാളെ ഇനി ഇവിടെ നിന്ന് വെറുതെ വിടുന്നത് നമുക്ക് കുഴപ്പമാവും. എന്ത് ചെയ്യും നീ? ചെയ്യാനൊന്നുമില്ല, കൈയും കാലും കെട്ടി എവിടെയെങ്കിലും കൊണ്ടിട്ടേക്കാം. എന്നിട്ട് അവളെയും കൊണ്ട് നമുക്ക് ഇവിടുന്ന് സ്കൂട്ടാവാം. എടാ, അത് കുഴപ്പമാവോ? എന്ത് കുഴപ്പം? എന്തായാലും നനഞ്ഞിറങ്ങി. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. എന്താ, നിനക്ക് പേടിയാവുന്നുണ്ടോ? അല്ല, കാര്യങ്ങൾ കൈവിട്ടു പോവാണല്ലോ. ഏത് നേരത്താണെന്തോ ഇവളെ പിടിച്ച് വണ്ടി കയറ്റാൻ തോന്നിയത്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ 2 എണ്ണത്തിന് ഇവിടെ കളഞ്ഞിട്ട് നമുക്ക് സ്കൂട്ടാവാം, അല്ലെങ്കിൽ അവളെയും കൊണ്ട് നമുക്ക് പോവാം. എന്ത് വേണം പറ. എടാ, നീ ഇങ്ങനെ ധ്യാനിക്കാതെ എന്ത് വേണമെന്ന് പറയടാ. ആലോചിച്ചുകൊണ്ട് നിൽക്കാനൊന്നും സമയമില്ല. നീ പറഞ്ഞതുപോലെ എന്തായാലും നമ്മൾ ഒരുമിട്ടിറങ്ങി. എങ്കിൽ പിന്നെ നമുക്ക് അവളെയും കൂടെ അങ്ങ് പോയാലോ? എന്നാവാ. പിന്നെ ഒരു ധൈര്യത്തിന് നമുക്കൊരു ഡോസും കൂടെ അങ്ങ് എടുത്താലോ? അതൊക്കെ പിന്നെ. ഇപ്പൊ അതും വലിച്ചേരി നിന്നാലേ ശരിയാവില്ല. നീ വാ, ആദ്യം ഇയാളുടെ കയ്യും കാലും കെട്ടി എവിടെയെങ്കിലും കൊണ്ടുടാ. ആര് വന്നു?
പോലീസ്. പണി പാളിയല്ലോ സമയം. ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, നമുക്ക് പിന്നാമ്പറം വേണ്ടി രക്ഷപ്പെടാം. നീ വാ വാ. മോളെ അതിരെ മോളെ അതിരെ, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. അതെ, കുട്ടിയെ പെട്ടെന്ന് കാറിലേക്ക് മാറ്റൂ. ആരാ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവരെങ്ങോട്ടാ പോയത്? അറിയില്ല സർ. വീട് മുഴുവൻ നോക്കടോ, ആരെങ്കിലും ഉണ്ടോന്ന്. ഒന്നുമില്ല മോളെ, ഒരു കുഴപ്പമില്ല. മോള് ധൈര്യമായിട്ടിരിക്കേ. ഏട്ടനിങ്ങ് വന്നില്ലേ? വാ, നമുക്ക് കാറിലേക്ക് ഇരിക്കാം. നിള ആതിരെ വണ്ടിയിലേക്ക് എത്തിക്കേ. സർ, ഒരാളെ കൂടി അവിടെ ഉണ്ട്. ആ അങ്കിളിനെ അവര് രണ്ടുപേരും കൂടി ഉപദ്രവിച്ചു. ഏയ് ഏയ്, ഹലോ. ഏയ്, എഴുന്നേക്ക്, എഴുന്നേക്ക്. എന്താ ഉണ്ടായത്? എന്റെ തലയ്ക്കൊരു അടി കിട്ടി. തലയ്ക്ക് നല്ല പെരുപ്പുണ്ട്. നന്ദൻ, നമുക്ക് ഇയാളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. പിടിക്കേ. മുരളിയേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലമ്മേ. ഫോൺ ഇപ്പോഴും സ്വിച്ച്ഡ് ഓഫാ. ഇനിയിപ്പോ മുരളി ഏതെങ്കിലും മീറ്റിംഗിലോ മറ്റോ ആയിരിക്കോ? ഫോൺ ചിലപ്പോ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിലോ? ഇല്ലമ്മേ, ഞാൻ കുറച്ചു മുമ്പും കൂടെ ഓഫീസിൽ വിളിച്ചു നോക്കിയതാ. മുരളിയേട്ടൻ ഇന്ന് അവിടെ ചെന്നിട്ടേ ഇല്ലെന്നാ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. തന്നെയല്ല, അങ്ങനെ എന്തെങ്കിലും എമർജൻസി മീറ്റിംഗ് ഉണ്ടെങ്കിൽ മുരളിയേട്ടൻ ഒന്നെങ്കിൽ എന്നെ വിളിച്ചു പറയുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, എന്റെ ഇത്രയും മിസ് കോൾ കണ്ട സ്ഥിതിക്ക് എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു വിളിക്കേണ്ടതായിരുന്നില്ലേ? ഇനിയിപ്പോ ഫോൺ എവിടെങ്കിലും വെച്ച് മറന്നതാവും. നീ ഏതായാലും മാളുവിനെ ഒന്ന് വിളിച്ചു നോക്ക്. ചിലപ്പോ മുരളി അവിടെ ചെന്നിട്ടുണ്ടെങ്കിലോ? ഇല്ലമ്മേ, ഞാൻ മാളുവിനെയും ഗീതേച്ചും ഒക്കെ വിളിച്ചു നോക്കിയതാ. ആൾ അവിടെ എവിടെയും ചെന്നിട്ടില്ല. ദൂരെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മുരളിയേട്ടൻ എത്ര തിരക്കുണ്ടെങ്കിലും എന്നെ വിളിച്ചു പറയുന്നതാ ശീലം. ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നീ വിഷമിക്കാതെ മോളെ. ഇനിയിപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഫോണിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയതായിരിക്കുമെങ്കിലോ? അതാവും ആരെയും വിളിക്കാൻ പറ്റാതായത്. എനിക്കെന്തോ ആകെ പേടിയാവുന്നമ്മേ. എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടാവുന്നൊരു തോന്നല്. ഇന്ന് രാവിലെ പോയതിനു ശേഷം മുരളിയേട്ടൻ എന്നെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. സാധാരണ അങ്ങനെ സംഭവിക്കാത്തതാ. നീ സമാധാനിക്കേ. അയാൾ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. അഥവാ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പോലും അതൊക്കെ കൈകാര്യം ചെയ്യാൻ മുരളിക്ക് നന്നായിട്ടറിയാം. അതെ, നീ ആ ഗീതയെ വിളിച്ച് പണിക്കര് വീട്ടിലുണ്ടോന്ന് ചോദിക്കേ. ഇനി ഗീത പറഞ്ഞിട്ട് ചിലപ്പോ അയാളെ തപ്പി ഇറങ്ങിയതാണെങ്കിലോ? ഞാൻ അതും ഗീതേച്ചോട് ചോദിച്ചതാ. BP ഏട്ടൻ വീട്ടിൽ തന്നെ ഉണ്ട്. ആള് പിന്നെ എവിടെ പോയതാവും?